ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റായ വ്യക്തികൾ അവരുടെ ഇരകൾ അവരിൽ നിന്ന് അകന്നു പോയാൽ, അതായത് അവരെ വിട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ചില തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഹൂവറിംഗ് എന്നാണ് പൊതുവേ ഇതിന് പറയാം. നമ്മൾ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ടാവും. അതിനവർ പല മാർഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. ചിലതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ആ വിഷയത്തെപ്പറ്റി പറയുന്നത്. പ്രത്യേകിച്ച് അവരുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ഹൂവറിംഗ് സമയത്ത് അവർ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. അതായത് നമ്മൾ പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നല്ല സമയം ഉണ്ടാവുമല്ലോ, ഒരുപാട് മികച്ച സമയങ്ങൾ, ഐഡിയലൈസേഷൻ എന്നൊക്കെ പറയാം. നല്ല സ്നേഹത്തോടെ പരിഗണനയോടെ യാത്ര പോയത്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത്, ഒരുമിച്ച് താമസിച്ചത്, ഇങ്ങനെയുള്ള ഓർമ്മകളുണ്ടാവും. ഈ ഓർമ്മകൾ ഇവർ നമ്മോട് പറയും, നിനക്കത് ഓർമ്മയില്ലേ, നമുക്ക് അന്നത്തെ പോലെ വീണ്ടും യാത്ര പോകണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അടക്കി വെച്ച ആ സ്നേഹം മെല്ലെ പുറത്തേക്ക് പൊങ്ങാൻ തുടങ്ങും. അതോടെ നമുക്ക് ഇയാളോട് അല്ലെങ്കിൽ ഇവളോട് ഒരു അടുപ്പും ഒരു ചായ് വരികയും വീണ്ടും ആ കരവലയത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ടെക്നിക്ക്, മധുരമൂറുന്ന പഴയ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്കും അവർക്കും ചില പൊതു സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, അതായത് നമ്മുടെയും അവരുടെയും കോമൺ ഫ്രണ്ട്സ്, ഇവരെ ഉപയോഗപ്പെടുത്തും. ഇവർ വന്നിട്ട് നമ്മോട് പറയും, നിനക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അവസ്ഥ അറിയുമോ, ഇപ്പോൾ ആരും അവനില്ല, അവൻ ആകെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, ഞാൻ പോയ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ക്ഷീണിച്ച് അവശ നിലയിലാണ്, പറ്റുമെങ്കിൽ നീ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ എല്ലാം ഓക്കെ ആവും, അവൻ പഴയതുപോലെയാവും. നീ അവൻ്റെ അടുത്ത് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒന്ന് സമാധാനിപ്പിക്കുക, അതിലെന്താ തെറ്റ്, മാത്രമല്ല നമ്മളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന സുഹൃത്തുക്കളല്ലേ എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മളെന്ത് ചെയ്യും, നമ്മളെ സ്നേഹത്തിൻ്റെ ആ കണികമല്ല ഉറവ പൊട്ടിത്തുടങ്ങുകയും നമ്മൾ അങ്ങോട്ടേക്ക് മെല്ലെ അടുക്കുകയും ചെയ്യും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് മറ്റൊരു ടെക്നിക്ക്. മൂന്നാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. ശക്തമായ ഭീഷണി. എങ്ങനെയുള്ള ഭീഷണി? നീ പോയാൽ പിന്നെ എന്നെ നോക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും, എന്നിട്ട് ചില തെളിവുകൾ കാണിച്ചു തരും. ഞാൻ പലപ്പോഴും തമാശയൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലും പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു ചോര പോലെ ആക്കിയിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തരും. അങ്ങനെ പല രീതിയിലും അവർ ത്രട്ടൻ ചെയ്യും. ഇങ്ങനെ ത്രട്ടൻ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് സഹിക്കാൻ സാധിക്കില്ല. വീണ്ടും നമ്മളെന്ത് ചെയ്യും, ആ വലയത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. ഇതാണ് മറ്റൊരു ടെക്നിക്ക്. നാലാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ചില മെസ്സേജുകൾ. അതായത് നാളെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് വിചാരിച്ചോ, അപ്പോൾ ഉടൻ തന്നെ മെസ്സേജ്, എന്താണ് വിശേഷം, സുഖമാണോ, ഹാപ്പി ആനിവേഴ്സറി, ഞാൻ അത് ഓർക്കുന്നു, നമ്മളെ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, നമ്മളും അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി ഓർക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത നമ്മളെന്താക്കും, നമ്മളെ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ അവളോട് ഒരു ഇഷ്ടം നിലനിർത്താൻ സഹായിക്കും. മാത്രവുമല്ല, അങ്ങോട്ടേക്കൊരു ചായ്വ് വരികയും പിന്നീട് കുറച്ചൊക്കെ മെസ്സേജ് അങ്ങോട്ട് അയച്ചു തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അത് ശക്തമായ ഹൂവറിങ്ങിലേക്കും തിരിച്ച് ആ ബന്ധത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, വിശേഷ ദിവസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദിവസങ്ങൾ നോക്കി അതിനാനുപാതികമായ മെസ്സേജും പിന്നെ എങ്ങനെയുണ്ട് വിശേഷം എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഒരു അലിവ് തോന്നുക തന്നെ ചെയ്യും. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് അബദ്ധത്തിൽ വന്ന മെസ്സേജ്. അതായത് പെട്ടെന്നൊരു മെസ്സേജ് വരും, ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് പറയും, അറിയാണ്ട് അയച്ചതാണ് കേട്ടോ, മറന്നു വിചാരിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ ആക്ച്വലി അറിയാണ്ട് അയച്ചതൊന്നുമല്ല, നമ്മളെ ഒന്ന് ഹൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ മീൻ പിടുത്തൊക്കെ പറയില്ലേ, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരയെ കൊളുത്തി ഇങ്ങനെ ഇടൂലേ, എന്നിട്ട് പെട്ടെന്ന് വലിക്കൂലേ, അതുപോലെ ഹൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു മെസ്സേജാണ്. അപ്പോൾ നമ്മളതിൽ കൊളുത്തി നമുക്ക് തന്നെ അറിയാനുള്ള ത്വര ഉണ്ടാവും. നമ്മളതിൻ്റെ പിന്നാലെ പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും ഹൂവറിങ്ങിലേക്ക് കടക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഇവരെ മീറ്റ് ചെയ്യണം, കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ മെസ്സേജ് ഹുക്ക് ചെയ്യും. മാത്രവുമല്ല, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് അവർക്ക് അവസരമായിട്ട് കാണുകയും അവർ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. ഇനി അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് അത്യാഹിതം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എനിക്ക് ആക്സിഡൻ്റായി, ഞാൻ ആകെ അസുഖത്തിലാണ്, എനിക്കിപ്പോൾ വല്ലാത്ത വെല്ലായ്മയാണ്, തല ചുറ്റലുണ്ട്, ഛർദി, ഇന്നലെ മൊത്തം ഛർദിയായിരുന്നു, അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഇപ്പം എന്നെ നോക്കാൻ ആരുമില്ല, സംസാരിക്കാനുമില്ല, അങ്ങനെയുള്ള വിഷമങ്ങൾ പറഞ്ഞ് അത്യാഹിതം പറഞ്ഞ് നമ്മളെ ഒരു വിഷമഘട്ടത്തിലെത്തിക്കും, ഒരു കുറ്റബോധത്തിൽ, ഒരു ഗിൽറ്റ് ട്രിപ്പ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരോടൊരു സഹതാപം ഉള്ളതുകൊണ്ട് എന്താണ് ഈ സമയത്ത് അവരെ വിട്ടു പോകുന്നത് ശരിയല്ലല്ലോ, ഈ സമയത്ത് അവരെ കൂടെ നിൽക്കണ്ടേ എന്ന ചിന്തയിൽ നമ്മൾ തിരിച്ചു പോവുകയും
അത് അവർ മുതലാക്കുകയും ചെയ്യുന്നതാണ് അത്യാഹിതം സൃഷ്ടിക്കൽ എന്നുള്ള ടെക്നിക്ക്. ഇനി അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് സാധനം തിരികെ നൽകലാണ്. അതായത് നിൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, നിൻ്റെ ആ വസ്തു എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാൻ വരട്ടെ, നിനക്കത് വേണ്ടേ, ഞാൻ കൊണ്ടുതരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കുകയും ആ മീറ്റ് ചെയ്യുന്ന അവസരത്തിലൂടെ മെല്ലെ നമ്മൾ ലൈഫിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതാണ് അടുത്തൊരു ടെക്നിക്ക്. നേരെ തിരിച്ചുണ്ട് കേട്ടോ. എൻ്റെ ഒരു വസ്തു, എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വസ്തു അവിടെ ഉണ്ട്, ഞാനത് എടുക്കാൻ വരട്ടെ, അല്ലെങ്കിൽ നീ അത് കൊണ്ടുതരുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹൂക്ക് ചെയ്യാറുണ്ട്. ഒന്നോ തിരികെ കൊടുക്കൽ അല്ലെങ്കിൽ തിരികെ വാങ്ങൽ, ഈ രണ്ട് രീതിയിലൂടെയും അവർ നമ്മളിലേക്ക് അടുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, തീർന്നിട്ടില്ല കേട്ടോ. പലപ്പോഴും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഫേക്ക് അപ്പോളജി, അതായത് സത്യമല്ലാത്ത കളവായ ക്ഷമാപണം. എല്ലാവരും വിചാരിക്കും എത്ര നല്ല ചെറുപ്പക്കാരന് അല്ലെങ്കിൽ എത്ര നല്ല ചെറുപ്പക്കാരി, എത്ര നല്ല പെൺകുട്ടി, അവൾ അപ്പോളജി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവൻ മാപ്പ് പറയുന്നുണ്ട്, അപ്പോൾ ഒരു വിട്ടുവീഴ്ച ഈ ഭാഗത്ത് ചെയ്തുകൂടെ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ടിച്ച ആൾക്ക് ക്ഷമിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിക്കോ, നിരന്തരം എത്രയോ കാലം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിക്ക് നോർമലായിട്ട് പെരുമാറാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നാർസിസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അവർ ഇന്നവരെയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഒറ്റയടിക്ക് നോർമലായിട്ട് നിൽക്കും. അതായത് പക്ക പെർഫെക്റ്റായിട്ട് ഇതിലുള്ള കാര്യങ്ങളൊക്കെ മറന്നു കളാം, ഇനി ഒന്നു മുതൽ പുതിയ ലൈഫ് തുടങ്ങാം. പക്ഷേ അനുഭവിച്ച് ആകെ വിങ്ങിപ്പൊട്ടിയ ഒരു മനസ്സുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് മറക്കാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള പറയുന്ന സമയത്ത് അവൻ മറന്നിട്ട് കണ്ടില്ലേ, അവനെല്ലാം മറക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ മറക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞിട്ട് വിക്റ്റിമായ പെൺകുട്ടിയെ, നേരെ തിരിച്ച് ആൺകുട്ടിയാണെങ്കിൽ വിക്റ്റിമായ ആണിനെ കുറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് ആരാണോ വിക്റ്റിം അവരെ എല്ലാവരും കുറ്റപ്പെടുത്തും. അവൻ അല്ലെങ്കിൽ അവൾ മറന്നു, നീ മാത്രം മറക്കുന്നില്ല, നിനക്കെന്താ ഇത്രയും വാശി, നിനക്കെന്താ ഇത്രയും വെറുപ്പ്, നീ ഒരു മനുഷ്യ സ്ത്രീയല്ലേ, മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റുക എന്നുള്ളത് സാധാരണമല്ലേ, അതൊന്ന് പുറത്തു കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഈ ബന്ധത്തിലേക്ക് തിരികെ തള്ളിക്കയറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അവർ ഹൂവറിങ് നടത്തുകയും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതായത് ഒരു വിക്ടിം എന്ന് പറയുന്നത് ഒരുപാട് ഘട്ടത്തിൽ ഹൂവറിങ് നേരിടേണ്ടി വരും. ഒരിക്കൽ അവർ തീരുമാനിക്കും വേണ്ടാന്ന്, പക്ഷേ ഹൂവറിങ്ങിലൂടെ തിരിച്ചെത്തിക്കും, വീണ്ടും വേണ്ടാന്ന് തീരുമാനിക്കും, വീണ്ടും ഹൂവറിങ്ങിലൂടെ തിരിച്ചെത്തും, അങ്ങനെ പല രീതിയിലൂടെ ഹൂവറിങ്ങിലൂടെ തിരിച്ചെത്തി അവരുടെ ജീവിതം തന്നെ ഒന്നുമല്ലാതാവുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഏതുമാവട്ടെ, നാർസിസിസ്റ്റ് വിക്ടിമിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. വീണ്ടും കാണാം. നന്ദി.